ഹലോ, വെൽക്കം ബാക്ക്. അൽ ഇർഷാദ് ഇംഗ്ലീഷ് സ്കൂളിൻ്റെ ഓൺലൈൻ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മുടെ സ്കൂൾ കഴിഞ്ഞ സബ് ജില്ലാ ശാസ്ത്രമേളയിൽ വളരെ ഉയർന്ന രൂപത്തിൽ പങ്കെടുത്ത കുട്ടികളെല്ലാം നല്ല രൂപത്തിൽ തന്നെ പെർഫോം ചെയ്തു എന്നുള്ളത് വളരെയധികം സന്തോഷമുണ്ട്. അല്ലെങ്കിലും നമ്മുടെ സ്കൂൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ കുട്ടികളുടെയൊക്കെ ശക്തമായ പാർട്ടിസിപ്പേഷൻ, അതോടുകൂടി തന്നെ അവരുടെ പാരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും മാനേജ്മെൻറ്റിന് എല്ലാവരുടെയും ഒരു പിന്തുണ ഉണ്ടാകുന്നത് കാരണം, എല്ലാവരുടെയും ഒരു താല്പര്യം ഉണ്ടാകുന്നത് കാരണം നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യവും നൂറുമേനി എന്ന് പറയാവുന്ന രൂപത്തിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കാര്യങ്ങളും അങ്ങനെയാണ്. നമ്മുടെ സ്കൂളിൻ്റെ ഓരോ പരിപാടിയും കേൾക്കുമ്പോൾ നമ്മുടെ സ്കൂളുമായി ബന്ധപ്പെട്ടവരുടെ സന്തോഷം അത്രയും വലുതാണ്. തുടർച്ചയായിട്ടും ചെയ്യുന്ന എല്ലാ കാര്യത്തിലും നമ്മൾ പരിപൂർണ ആത്മാർത്ഥമായിട്ടും താല്പര്യത്തോടു കൂടി പങ്കെടുക്കണം എന്നുള്ളത് സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ ശാസ്ത്രമേളയിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികളെയും എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. ഇനിയും ധാരാളം പരിപാടികളിൽ പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കാൻ അവസരം ഉണ്ടാവട്ടെ എന്നും അറിയിക്കുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്, മുൻപ് നമ്മൾ പറഞ്ഞതാണ് എന്നുണ്ടെങ്കിൽ അതൊന്നുകൂടെ പറയണം, ക്ലാസ് വേണം എന്നുള്ളൊരു ആവശ്യപ്രകാരം നമ്മൾ ഒരിക്കൽ കൂടെ അത് പറയുകയാണ്. നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ പറയും, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, നിനക്കത് ചെയ്യാൻ കഴിയുമോ? നമ്മൾ പറയും, നിനക്കത് ചെയ്യാൻ കഴിയുമോ, നിനക്കത് എത്തിക്കാൻ കഴിയുമോ, നിനക്ക് നാളെ എഴുതാൻ കഴിയുമോ എന്നൊരു കാര്യം ചെയ്യാൻ കഴിയുമോ എന്ന് നമ്മൾ ചോദിക്കുമല്ലോ. ആ ചോദിക്കുന്നത് ഇംഗ്ലീഷിൽ ക്യാൻ എന്നൊരു വാക്ക് ഉപയോഗിച്ചാണ്. CAN, ക്യാൻ. അതാണ് അതിനുപയോഗിക്കുന്നത്. നമുക്ക് ചോദിക്കാം, ക്യാൻ യു കം ഹിയർ, നിനക്ക് വരാൻ കഴിയുമോ? ക്യാൻ യു ഈറ്റ്, നിനക്ക് കഴിക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ ക്യാൻ യു ഹെൽപ്പ് മീ, നിനക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ? ക്യാൻ യു അറേഞ്ച് എ പ്രോഗ്രാം, എനിക്കൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യാൻ കഴിയുമോ? ക്യാൻ യു ബ്രിങ് ഇറ്റ് ടുമോറോ, ക്യാൻ യു ബ്രിങ്, നിനക്ക് കൊണ്ടുവരാൻ കഴിയും. ക്യാൻ യു ബ്രിങ് ഇറ്റ് ടുമോറോ, എനിക്ക് നാളെ കൊണ്ടുവരാൻ കഴിയും. ഇങ്ങനെ ക്യാൻ വെച്ച് ചോദിക്കാം, ചെയ്യാൻ കഴിയുമോ, ചെയ്യാൻ കഴിയുമോ മാത്രമല്ല കേട്ടോ, എല്ലാ കാര്യങ്ങളും ചോദിക്കാം. അതുപോലെ അതിന്റെ നേരെ തിരിച്ചാൽ നമ്മൾ എന്നും ഉദാഹരണങ്ങൾ പറഞ്ഞ പോലെ ഐ ക്യാൻ ഗോ, എനിക്ക് പോകാൻ പറ്റും. ഐ ക്യാൻ ബ്രിങ് ഇറ്റ് ടുമോറോ, എനിക്കത് നാളെ കൊണ്ടുവരാൻ കഴിയും. ഐ ക്യാൻ ഹെൽപ്പ് യു, എനിക്ക് ഇതിനെ സഹായിക്കാൻ കഴിയും. ഐ ക്യാൻ കംപ്ലീറ്റ്, എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. ഐ ക്യാൻ കോൾ ഹിം, നിനക്ക് അവനക്ക് വിളിക്കാൻ കഴിയും. അപ്പോൾ ഇത് രണ്ടും ഒന്ന് ശ്രദ്ധിക്കാം. ക്യാൻ യു, ഐ ക്യാൻ. ക്യാൻ യു കം, യെസ് ഐ ക്യാൻ കം. ക്യാൻ യു ഈറ്റ്, നിനക്ക് തിന്നാൻ കഴിയുമോ? യെസ് ഐ ക്യാൻ ഈറ്റ്. പിന്നെ ഇത് പറയുമ്പോൾ നമ്മൾ എല്ലാ ഉദാഹരണത്തിലും പറയുന്നത് പോലെ തന്നെ വാട്ട് ക്യാൻ യു ഈറ്റ്, നിനക്ക് എന്താ തിന്നാൻ കഴിയുക? ഹൗ ക്യാൻ യു ഈറ്റ്, നിനക്ക് എങ്ങനെ തിന്നാൻ കഴിയും? വെൻ ക്യാൻ യു ഈറ്റ്, നിനക്ക് എപ്പോൾ തിന്നാൻ കഴിയും? വേർ ക്യാൻ യു ഈറ്റ്, നിനക്ക് എവിടെ തിന്നാൻ, അങ്ങനെ പറയില്ല. വേർ ക്യാൻ യു പ്ലേ, നിനക്ക് എവിടെ കളിക്കാൻ കഴിയും, തുടങ്ങിയ സംഭവം. ഒന്നുകൂടെ 3 കാര്യങ്ങൾ നമ്മൾ അതിൽ പഠിച്ചു. ഒന്ന്, ക്യാൻ യു കം, ക്യാൻ യു ഡു, നിനക്ക് ചെയ്യാൻ കഴിയുമോ? ക്യാൻ യു റൈറ്റ്, നിനക്ക് എഴുതാൻ കഴിയുമോ എന്ന് ചോദിച്ചു. രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഐ ക്യാൻ, എനിക്ക് ചെയ്യാൻ കഴിയും. ഐ ക്യാൻ ഗോ, എനിക്ക് പോകാൻ കഴിയും. മൂന്നാമത് നമ്മൾ പറഞ്ഞത് ഇതിൽ ക്വസ്റ്റ്യൻ വേർഡുകൾ കൂട്ടിയിട്ട് ക്യാൻ യു, വാട്ട് ക്യാൻ, ഹൗ ക്യാൻ, വേർ ക്യാൻ തുടങ്ങിയ സംഭവം. ഇനി ഇതിന്റെ കുറച്ചുകൂടെ എക്സാമ്പിൾസുകളൊക്കെ നിങ്ങളൊന്ന് എഴുതിയാൽ അത് ക്ലിയർ ആണ്. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.